ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കുട്ടി മരിച്ചു എന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ഓമനപ്പുഴ സ്വദേശി നിഖിലാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് മന്ത്രി വി എസ് ശിവകുമാർ ഉത്തരവിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? സുരേഷ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഓമനപ്പുഴ സ്വദേശിയായിട്ടുള്ള 12 വയസ്സുകാരനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ശക്തമായ പനിയും ഛർദ്ദിലിനെയും തുടർന്നാണ് ഈ കുരുന്നിനെ ഇവിടെ എത്തിച്ചത്. ഇതിനുശേഷം കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമായില്ല എന്നാണ് ബന്ധുക്കളും മറ്റും ആരോപിക്കുന്നത്. ഇതാണ് കുട്ടിയുടെ മരണകാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബന്ധുക്കൾ അല്പം മുൻപ് വരെ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത്. ഈ സമയം, അതായത് കുട്ടിയുടെ അസുഖം മൂർച്ഛിച്ച സമയത്ത് ഒരു ആംബുലൻസിന് വേണ്ടിയിട്ട് ഇവർ തിരക്കിയെങ്കിലും 108 ആംബുലൻസിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടിയെ ഇവിടെ നിന്നും മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് ഡോക്ടർമാരും മറ്റും പറയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ പോലും കുട്ടിയെ ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ലെ, ആ സാഹചര്യത്തിൽ പറ്റിയ ഒരു ആംബുലൻസ് ലഭ്യമാകാതിരുന്നതാണ് കുട്ടിയുടെ മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അല്പം മുമ്പ് ഇവിടെ എത്തി സംഭവത്തെക്കുറിച്ച് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇവിടെ നിന്നും കുട്ടിയുടെ മൃതദേഹം മാറ്റുകയും അതോടൊപ്പം പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് നേരിട്ട് അന്വേഷിക്കാൻ ആലപ്പുഴ MP KC വേണുഗോപാൽ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഇത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. KC വേണുഗോപാലിനെ ഗോബാക്ക് വിളിക്കുകയും പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്ത് വന്നു. പോലീസ് ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് KC വേണുഗോപാൽ ദേഹോപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതീവ പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനുശേഷം ചില കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരായിട്ട് വന്നുവെങ്കിലും പോലീസ് ഇടപെട്ട് ഇവരെ നീക്കം ചെയ്യുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 4 മണിക്കൂറിന്റെ സംഭവബഹുലമായ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കുട്ടി മരിച്ചെന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ഓമനപ്പുഴ സ്വദേശി നിഖിലാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ ഡോക്ടർമാരുടെ സമരം 6ാം ദിനത്തിൽ. അതേസമയം ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. സമരം അവസാനിപ്പിക്കാൻ എന്ത് നടപടിയെടുത്തെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സമരത്തിനെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം. KGMOയുടെ അനിശ്ചിതകാല നിരാഹാര സമരം 6ാം ദിനത്തിൽ എത്തിയ സാഹചര്യത്തിലാണ് സമരം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. VIP ഡ്യൂട്ടികൾ ഡോക്ടർമാർ ബഹിഷ്കരിക്കുകയാണ്. കൂടാതെ ആശുപത്രിക്ക് പുറത്തെ മറ്റ് ചുമതലകൾ, പരിശീലനം, ആരോഗ്യ ക്യാമ്പുകൾ തുടങ്ങിയവയും ഡോക്ടർമാർ ബഹിഷ്കരിക്കും. അതേസമയം സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. സമരം നിയമവിരുദ്ധമാണെന്നും നോട്ടീസ് നൽകാതെയാണ് സമരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാതെ നിർവാഹമില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ നടപടിയെ ഡോക്ടർമാർ ഭയക്കുന്നില്ലെന്ന് KGMOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവി പറഞ്ഞു. അതുകൊണ്ട് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് എടുത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അച്ചടക്ക നടപടികളെ ഡോക്ടർമാർ ഒട്ടും പേടിക്കുന്നില്ല. ഞങ്ങൾ സമരം ചെയ്തതല്ല, അവർക്ക് അവകാശപ്പെട്ട കാഷ്വൽ ലീവ് എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 17 മണിക്കൂർ ജോലി സമയം പുനഃക്രമീകരിക്കുക, തട്ടിക്കൂട്ട് മെഡിക്കൽ കോളേജ് സമ്പ്രദായം റദ്ദാക്കുക തുടങ്ങിയവയാണ് ഡോക്ടർമാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ സാമുദായിക സന്തുലനം തകർക്കാൻ RSS ശ്രമിക്കുന്നുവെന്ന് പ്രകാശ് കാരാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ സംഘപരിവാറിനെ ഉൾക്കൊള്ളാനാകില്ലെന്നും കാരാട്ട് പറഞ്ഞു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് വർഗീയ വിരുദ്ധ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Today there is an effort by the Hindutva forces and other communal forces to hijack some of this legacy and to distort it. This is the soil in which Sri Narayana Guru conducted this historic social reform movement and who coined the slogan, "One religion, one caste, one God." This cannot be accepted by the fundamentalist communal forces of any variety, because they think their religion and their concept of nationalism based on their religion, or the concept of state based on their religion, is supreme over all others. But those same forces today are trying to appropriate Sri Narayana Guru. They're trying to appropriate even Dr. Ambedkar.
ഇടതുപക്ഷത്തെ തകർക്കാനായി നിരവധി തവണ കൈകോർക്കപ്പെട്ടവരാണ് RSSും UDFും എന്ന് പിണറായി വിജയൻ. വടകര ബേപ്പൂർ മോഡൽ സഹകരണം ആരും മറക്കരുത്. കൊല്ലത്ത് CPM സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരും പെട്ടെന്ന് മറന്നുപോകാത്ത ഒരു കാര്യമാണ് വടകര ബേപ്പൂർ മോഡൽ. വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കും ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്കും RSSന് വേണ്ടപ്പെട്ടവരെ അയക്കുക. ബാക്കി എല്ലായിടങ്ങളിലും RSSൻ്റെ ശക്തി UDFനെ സഹായിക്കുക. ഇതാണ് ധാരണ. ഈ തരത്തിൽ സ്ഥാനാർത്ഥികൾ വന്നു. ആ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായി. ഇത് പുറത്തായിപ്പോയി. പുറത്തായപ്പോൾ കേരളം കണ്ട കാഴ്ച ആവേശകരമായ കാഴ്ചയായിരുന്നു. വയനാട്ടിൽ തോട്ടം മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഈ മാസം 28 മുതൽ പണിമുടക്ക്. വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയന്റെ നേതൃത്വത്തിലാണ് കൂലി വർധനവ്, ബോണസ്, തൊഴിൽ സുരക്ഷിതത്വം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരം. 28-ന് വയനാട്ടിലെ മുഴുവൻ തോട്ടം മേഖലകളിലും വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള പണിമുടക്കിനാണ് വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്കുള്ള കൂലി വർധനവ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, മറ്റ് ആനുകൂല്യങ്ങൾ, തൊഴിലാളികളെ BPL കാർഡുകളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരത്തിൽ ഫാക്ടറി തൊഴിലാളികളടക്കം പങ്കെടുക്കും. HML കമ്പനി ഗ്രാറ്റുവിറ്റി നിഷേധിച്ച 600ഓളം തൊഴിലാളികളുടെ പ്രശ്നം കമ്പനി ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ചുണ്ടേൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലടക്കം ശമ്പളം പതിവായി മുടങ്ങുകയാണ്. ഇതിനെതിരെ ഇവിടെയും പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ബോണസ് വിഷയത്തിൽ മാനേജ്മെന്റുകൾ അന്തിമ തീരുമാനം സ്വീകരിച്ചിട്ടില്ല. ഇതെല്ലാം ഉയർത്തിയാകും സമരം. തോട്ടം തൊഴിലാളികളുടെ താമസ സൗകര്യം, ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിഷ്കരണം, തൊഴിൽ സുരക്ഷിതത്വം എന്നിവയാവശ്യപ്പെട്ടുള്ള സമരങ്ങൾ തോട്ടം മേഖലയിൽ നിലവിൽ തന്നെ സജീവമാണ്. വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുള്ള തുടർ സമരങ്ങളുടെ ഭാഗമായിരിക്കും പണിമുടക്ക്. അതേസമയം വയനാടിനോട് ചേർന്നുള്ള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലും തോട്ടം മേഖലകളിൽ പ്രതിഷേധങ്ങൾ വ്യാപകമാവുകയാണ്. തൊഴിലാളികളുടെ ശമ്പളം 15,000 രൂപയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ടും ബോണസ് നിയമം പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾക്കൊരുങ്ങുകയാണ് ഇവിടെ തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. തോട്ടം തൊഴിലാളികളുടെ സമരം വിജയിച്ചതിനെ തുടർന്ന് S. രാജേന്ദ്രൻ MLA നിരാഹാര സമരം അവസാനിപ്പിച്ചു. M. മണി നാരങ്ങാനീര് നൽകിയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ട്രേഡ് യൂണിയനുകളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചതായി M. മണി പറഞ്ഞു. CITയും ദേവൂർ എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടെ ഞങ്ങൾക്ക് റിക്കഗ്നേഷൻ ഇല്ലാത്തപ്പോഴും റിക്കഗ്നേഷൻ ഉള്ളപ്പോഴും എന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായ സമരവും പ്രക്ഷോഭണവും നടത്തിയിട്ടുണ്ട്. എന്നുമുണ്ട്. ബോണസിന്റെ പ്രശ്നങ്ങളിലുണ്ട്, PLCയുടെ സെറ്റിൽമെന്റ് വരുന്ന കാര്യത്തിലുണ്ട്, ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിലുണ്ട്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ശമ്പള പരിഷ്കരണം നടന്നിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുമ്പോഴാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി S. രാജേന്ദ്രൻ MLA നടത്തിവന്നിരുന്ന നിരാഹാര സമരം M. മണി നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ചു. തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ ബോണസ് പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇതിനിടെ മൂന്നാർ സമരവിജയത്തിന്റെ ആവേശത്തിൽ മുങ്ങി. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളി സ്ത്രീകൾ വിജയാഹ്ലാദവുമായി മൂന്നാറിലെ തെരുവുകൾ കൈയടക്കുന്നതാണ് കണ്ടത്. സമരനാളുകളിൽ ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ എടുത്തുയർത്തി തൊഴിലാളികൾ ആഹ്ലാദം പങ്കിട്ടു. തുടർച്ചയായ 10ാം ദിവസവും തൊഴിലാളികൾ ജോലിക്കെത്താത്തതിനെ തുടർന്ന് കമ്പനികൾ അടഞ്ഞുകിടന്നു. നാളെ മുതൽ തൊഴിലാളികൾ ജോലിക്കെത്തിത്തുടങ്ങും. എന്നാൽ മറ്റു പ്രശ്നങ്ങൾ ഉയർത്തി പോരാട്ടം തുടരുമെന്ന് തൊഴിലാളി നേതാക്കൾ വ്യക്തമാക്കി. മൂന്നാറിൽ നിന്നും സാലി മുഹമ്മദ്. കൺസ്യൂമർ ഫെഡ് വിഷയത്തിൽ കോൺഗ്രസിൽ കടുത്ത ഗ്രൂപ്പ് പോര്. ഐ ഗ്രൂപ്പ് സോണിയാഗാന്ധിക്ക് പരാതി നൽകി. സുധീറിനെതിരെ ജോയ് തോമസും K. മുരളീധരനും രംഗത്ത്. സുധീരനെതിരെ പരാതിയുമായി ഐ ഗ്രൂപ്പ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും CN ബാലകൃഷ്ണനും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിലും പെടുത്തി. പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സോണിയാജിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ താൽപര്യമില്ലെന്ന് ജോയ് തോമസ് പ്രതികരിച്ചു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഗ്രൂപ്പ് പോരാണെന്നും ജോയ് തോമസ് കൊച്ചിയിൽ പറഞ്ഞു. ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർക്കും അവരവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട്. അവരത് വെച്ച് സംസാരിക്കുന്നു, പറയുന്നു. ചെയർമാൻ ജോയ് തോമസിനെ അനുകൂലിച്ച് ഐ ഗ്രൂപ്പ് നേതാവ് മുരളീധരനും രംഗത്തെത്തി. കൺസ്യൂമർ ഫെഡിന്റെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കാണുന്നില്ല.
ചെയർമാനെതിരായ MD കുറേ ആരോപണങ്ങൾ കൊണ്ടുവന്നു. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് വിജിലൻസ് ആവട്ടെ. വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പുറത്താക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേറ്റർ സഹായം താൽക്കാലികമായി പിൻവലിച്ചു. വെന്റിലേറ്റർ സഹായം പിൻവലിക്കാനായാൽ സിദ്ധാർത്ഥിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഉടൻ ആശുപത്രി വിടാനാകുമെന്നാണ് ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാർ അപകടത്തിൽ പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. വെന്റിലേറ്റർ സഹായം ഇന്ന് രാവിലെ മുതൽ താൽക്കാലികമായി പിൻവലിച്ചു. ഇന്നു മുഴുവൻ വെന്റിലേറ്റർ സഹായമില്ലാതെ സിദ്ധാർത്ഥിന് ശ്വസിക്കാനും മറ്റും സാധിച്ചാൽ വെന്റിലേറ്റർ പിൻവലിക്കാം എന്നാണ് സിദ്ധാർത്ഥിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ തീരുമാനം. മരുന്നുകളോട് സിദ്ധാർത്ഥ് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. വെന്റിലേറ്റർ സഹായം പിൻവലിച്ചതിന് ശേഷം സിദ്ധാർത്ഥിൻ്റെ കാലിലെ മുറിവിന് ശസ്ത്രക്രിയ നടത്താനും കയ്യിലുള്ള മുറിവ് ചികിത്സിക്കാനുമാണ് സിദ്ധാർത്ഥിൻ്റെ ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന വാർത്ത വന്നതിലുള്ള ആശ്വാസത്തിലാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മ KPAC ലളിതയും സിനിമാ ലോകവും. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സിദ്ധാർത്ഥിന് കൊച്ചിയിൽ വെച്ച് കാർ അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. വിജേഷ് നടുവിൽ, കൊച്ചി. വിഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളിൽ ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ അവരെ സർക്കാർ സഹായിക്കണമെന്ന് നടൻ മമ്മൂട്ടി. വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള സഹായ വിതരണ ക്യാമ്പിൽ മുഖ്യ ആതിഥ്യം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി അടൂർ പ്രകാശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരോടും സമൂഹത്തിനും സർക്കാരിനും ബാധ്യതയുണ്ടെന്നും മമ്മൂട്ടി ഓർമ്മിപ്പിച്ചു. നോർമലായെന്ന് നടിക്കുന്നവരെക്കാൾ നിഷ്കളങ്കമായാണ് ഈ കുട്ടികൾ പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി അമ്മമാരാണ് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അച്ഛന്മാരാണ് എന്തെങ്കിലും ജോലി തേടി പോയാലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും അമ്മമാരാണ്. പക്ഷേ രണ്ടുപേരുടെയും ജോലി കൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള വരുമാനം കിട്ടാത്ത ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ളൊരു തൊഴിലോ അവർക്ക് വീട്ടിലിരുന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലിയോ സർക്കാർ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായാൽ അതിന് മാഡം മേരി അനിത എന്തെങ്കിലും ഒരു സജഷൻ കൊടുത്താൽ തിരക്കിടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആദർശ് സ്കൂൾ വിദ്യാർത്ഥിയായ അഞ്ജൻ സതീഷ് ചടങ്ങിൽ തത്സമയം മമ്മൂട്ടിയുടെ ചിത്രം വരച്ചു നൽകി. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ബിൻസി ജോണിന് ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും മമ്മൂട്ടി നിർവഹിച്ചു. മന്ത്രി അടൂർ പ്രകാശാണ് സഹായ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ ഭരണകൂടവും സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്ന സംഘടനയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.